കൃത്യമായി കൊച്ച് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ നടുക്കം കൊണ്ട് പിടിക്കും. ഒരു 110, 130 ഇടയ്ക്ക് കിട്ടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് 2 പേജ് മറിച്ചാൽ മതി. കാര്യങ്ങൾ കൃത്യമാണ്. വായിക്കുമ്പോൾ കൊത്തയുണ്ടോന്ന് അറിയാം. കാര്യങ്ങൾ ഇത്രയും അറിയുമ്പോൾ അമ്മച്ചൻ പറയും ഓക്കെ മോനെ സമ്മതിച്ചേക്കാം. ഇപ്പൊ അത് വലിയ അന്വേഷണം നടക്കുന്നില്ല. എങ്കിലും നമ്മൾ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ കല്യാണം കഴിക്കുന്ന ആളിന്റെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. സോ the third one is C, that is character. Fourth one is D, that is dowry. അത്യാവശ്യമാണ്, നോക്കണം. ഒട്ടും എന്നേക്കാൾ ഉയർന്ന വീടുകളിൽ പോയി ഞാൻ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചാൽ കോംപ്ലക്സ് ആകും. എന്നൊക്കെ താഴെ വീട്ടിലും പോയി കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്താവും? കോംപ്ലക്സ് ആകും. 4 നേരം എല്ലാ ദിവസവും AC മുറി കിടക്കുന്നവളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവെക്കരുത്. കൈതാൻ ഫാൻ അല്ലേ? അങ്ങനെ കൈതാൻ എന്നുള്ള പേര് വന്നത്. കൈതാൻ എന്താകും? ഫാനാകും. അവനവന്റെ പാമ്പിനനുസരിച്ച് കല്യാണം കഴിക്കാം. കല്യാണം ആലോചിച്ചവരെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല. നിങ്ങളുടെ പാങ്ങിനനുസരിച്ച് നിങ്ങൾ ചെയ്യുള്ളൂ. അവനവന്റെ പാങ്ങനുസരിച്ച് കല്യാണം കഴിക്കാം. ഇത് ഒരു എക്കോണമിക് സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ്. അല്ലെങ്കിലാണ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കോംപ്ലക്സ് ഉണ്ടാകും. അതായത് വലിയ വീട് പണമുള്ള അടുത്ത ഒരു ചെറുക്കം പോയാൽ അവന് ചാണകമൊക്കെ വാരി അപ്പച്ചന്റെ കൈക്ക് പിടിച്ചൊക്കെ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹായ് ഹായ് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്കത് മനസ്സിലാകില്ല. അപ്പൊ അവന് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാകും. അതുകൊണ്ട് എക്കോണമിക് സ്റ്റെബിലിറ്റി, ഡൗറി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു എക്കോണമിക് സ്റ്റെബിലിറ്റി ആവശ്യമാണ്. ഏറ്റവും അവസാനത്തതാണ് സെക്കൻഡ് ലാസ്റ്റ് വൺ ഈസ് that is education. എഡ്യൂക്കേഷനിൽ ഇംബാലൻസ് ഉണ്ടാകരുത്. അത് കുടുംബജീവിതം തകർക്കും. പണ്ട് കാലത്ത് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങളിപ്പോൾ അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. പണ്ട് കാലത്ത് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറായിരുന്നു. പക്ഷെ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചു കാണത്തില്ല. ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സൂപ്പർവൈസർ നാട്ടിൽ വരുമ്പോൾ എന്താകാം? എഞ്ചിനീയറാകാം. ഇപ്പം പല കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടായത് ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് മറച്ചു വെക്കും. ഇല്ലാത്തതൊക്കെ പറയും. ഇല്ലാത്തതൊക്കെ എന്തിനാ പറയാൻ പോകുന്നത്? ഇതെന്തെങ്കിലും പിടിക്കപ്പെടും കേട്ടോ, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം നമ്മുടെ നാട്ടിലെ ഒരു കല്യാണം, നാട്ടിൽ കല്യാണം കഴിക്കുന്നതിൽ സൂക്ഷിക്കണം. നാട്ടിൽ കല്യാണം കഴിച്ച് 2 ദിവസം കഴിയുമ്പോഴേ നിങ്ങളെ സന്ദർശിക്കാൻ ഒരാൾ വരും. ആരെന്നറിയാമോ? LIC-കാരൻ വരും. അപ്പൊ LIC-ക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. കൊടുക്കുമ്പോ പെണ്ണറിയും എന്ത് ഉള്ള ക്വാളിഫിക്കേഷൻ വേണ്ട, നമുക്കുള്ളത് പറഞ്ഞാൽ മതി. അവനവന് സാധ്യമാകുന്നത് മതി. എൻ്റെ ക്വാളിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ, ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുന്നതാണ്. കാരണം വിവാഹ മാർക്കറ്റിൽ ഒന്നും ഒളിക്കരുത്. ഒളിച്ചാലുള്ള പ്രശ്നം ഇതെന്തെങ്കിലും വെളി വരുമ്പോൾ ഭയങ്കര പ്രതിസന്ധിയാണ്. കാരണം അന്നേരം ചിന്തിക്കും, എടാ ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ എന്നുള്ള ചിന്തയുണ്ടാകും. ലാസ്റ്റ് വൺ ഈസ് F, that is family. കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പകലുമറ്റം ശങ്കരപുരി കള്ളികാളിയാങ്കൽ എവിടെയെങ്കിലും കുറ്റി ഉറപ്പിക്കുന്ന കുടുംബമല്ല, നല്ല കുടുംബം. നമ്മുടെ നാട്ടിൽ അന്വേഷിക്കാറുണ്ട് അല്ലേ? പെൺകുട്ടികളുടെ പേരൻസ് അന്വേഷിക്കും എങ്ങനെയുണ്ട് അവരുടെ വീട്ടുകാരെ. എല്ലാവരും അന്വേഷിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കും. ഇത്രയും കാര്യങ്ങളെങ്കിലും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവാഹത്തിന്. അതിനകത്ത് 100% ഇല്ല എങ്കിലും ഒരു ഡിസ്റ്റിങ്ഷൻ മാർക്ക് എന്ന് വെച്ചാൽ 85% അത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സമ്മതിക്കും. പിന്നെ അറ്റ്ലീസ്റ്റ് 60 വരെയെങ്കിലും നമ്മൾ പിടിക്കും. അത്ര താഴെ നമ്മൾ പോകാറില്ല. സോ ഇതാണ് ഒരു കുടുംബജീവിതം ആരംഭിക്കാൻ വേണ്ടി നമ്മൾ അന്വേഷിക്കുന്ന പ്രീ റിക്വസിറ്റ് എന്നോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് എന്നോ ഒക്കെ പറയാവുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങൾ. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുടുംബജീവിതത്തിലേക്ക്. അല്ലെ അങ്ങനല്ലായിരുന്നു? അതോ ഞാൻ പറഞ്ഞത് മുമ്പേ ഇപ്പൊ പറഞ്ഞത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു? അന്ന് ഡാൻസ് ചെയ്ത പോലെ അല്ലല്ല, നമ്മൾ ചില യോഗ്യതകളൊക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, ഈ കാര്യങ്ങൾ ABCDEF 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട്, അതായത് അത് ജീവിതാവസാനം വരെ തുടർന്നു പോകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും? എന്റെ ഭാര്യയുടെ എബിലിറ്റി നോക്കിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷെ എബിലിറ്റി നോക്കി കല്യാണം കഴിച്ചു, കഴിവുള്ളവളാണെന്ന് കണ്ടു. പക്ഷെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവളെപ്പോലെ മണ്ണുണ്ണിയായിട്ട് വേറെ ഒരാളിൽ നിന്ന് മനസ്സിലായത്. ബ്യൂട്ടി, ദാറ്റ് ഈസ് ഓൾവേസ് റിലേറ്റീവ്. കല്യാണം കഴിച്ച് ആദ്യത്തെ ദിവസം സ്കൂട്ടറിൽ പോയാൽ മതി, പട്ടി കുറുക്കി അടിയാൽ മതി. ഈ ബ്യൂട്ടി അല്ല ഊട്ടിയാകും അല്ലേ? കുഴപ്പവും ബ്യൂട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾവേസ് റിലേറ്റീവ് അല്ലേ?
അതുകൊണ്ട് അത് മാറും. പിന്നെ ക്യാരക്ടർ, മനുഷ്യന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത്? അതുകൊണ്ടല്ലേ പ്രേമവിവാഹം കഴിക്കുന്നവരുടെ പ്രശ്നം അതാണല്ലോ. പ്രേമിച്ച് വലിയ നല്ല ഗുഡ് ക്വാളിറ്റി സ്വഭാവം കൊടുക്കും. പക്ഷെ ജീവിതം ആരംഭിക്കുമ്പോഴാണ് പറയുന്നത്, ഓ ഞങ്ങൾ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, പണ്ട് സ്വഭാവം ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, എന്തോ ഒരു ചക്കരയെ പൊന്നേന്ന ശുദ്ധല്ല. നമ്മൾ ജീവിക്കുമ്പോ അറിയാം ഈ ചക്കരയും പൊന്നും ഒന്നും എപ്പോഴും ഒന്നും ഉണ്ടാകില്ല. റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുമ്പോൾ എപ്പോഴും ചക്കരയൊന്നും അല്ല. ചക്കരയ്ക്കകത്ത് ഉറുമ്പ് കയറും, ഉറുമ്പ് കടിക്കും. പക്ഷെ അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാകണം. ഡൗറി, എന്താ സാമ്പത്തികം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്നത്തെ കാലത്ത് എവിടെയാ സാമ്പത്തിക ഭദ്രത നമുക്ക് പറയാൻ ഒക്കുന്നത്? അമ്മായിപ്പന് നല്ല ബ്ലേഡ് കമ്പനിയാന്ന് പറഞ്ഞുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷേ 4 ദിവസം കഴിഞ്ഞപ്പോഴും അമ്മായിപ്പന്റെ ബ്ലേഡ് കമ്പനി പൊട്ടി. എങ്ങനെ നമുക്ക് ജീവിക്കാൻ ഒക്കുന്നേ? അല്ലെങ്കിൽ കുവൈറ്റിൽ നല്ല ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നേ. പെണ്ണ് കല്യാണം ആലോചിച്ചത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വിസ തീർന്നു പോയി, അല്ലെങ്കിൽ ജോലി കളഞ്ഞു, ജോലി പോയി. നിങ്ങളന്ന് ഡൈവോഴ്സായി പോകും? ഇല്ല. കാരണം നമുക്കറിയാം ഇതിനപ്പുറമായി നമ്മളെ യോജിപ്പിക്കുന്ന ഒരു തലമുണ്ട്. അതുകൊണ്ട് ഈ യോഗ്യതകളൊന്നും പരിശോധിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം പരിശോധിക്കണം. പക്ഷെ പരിശോധിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇന്നയാളെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടുന്നത് എന്ന് ദൈവം തമ്പുരാൻ മുന്നമേ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുടുംബജീവിതത്തിന്റെ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഘടകമായി ചേർത്തുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് വന്നാലും that may or may not continue. ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന വരാം, ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാതിരുന്ന് പറയാം. എബിലിറ്റി, ഈ കഴിവെന്നൊക്കെ പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ബില്യൺസ് ഓഫ് മൈക്രോൺസ് ആണ് ഉള്ളത്. അതിൽ ഒന്നിന് ഒരെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കഴിവെല്ലാം താഴോട്ട് പോകും. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. ബ്യൂട്ടി ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റീവ് അല്ലേ? അതെപ്പോഴും മാറി മാറി വരും. ചിലപ്പോൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സൗന്ദര്യം കുറയും. ഒരു ക്രീം അബദ്ധത്തിൽ തേച്ചാൽ മതി. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ക്രീം അബദ്ധത്തിൽ തേച്ചാൽ മതി, ഈ ഇരിക്കുന്ന സൗന്ദര്യം പോകാൻ. അപ്പൊ പിന്നെ സൗന്ദര്യം റിലേറ്റീവ്. ക്യാരക്ടർ, സ്വഭാവം, മനുഷ്യന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തിന് മനുഷ്യന്റെ സ്വഭാവം പിടികിട്ടുന്നില്ല എന്നുള്ളത്. ബാക്കിയെല്ലാം ദൈവത്തിന് പിടികിട്ടും, ആരോഗ്യം, ബാക്കിയെല്ലാം. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം, കാരണം മനുഷ്യന് ദൈവം ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട്, സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, ഇച്ഛ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ സ്വഭാവം എന്ത് ചെയ്യും? മാറി മാറി വരും. അത് നമ്മൾ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ സ്വഭാവം എനിക്കിപ്പോ പിടിക്കുന്നില്ലെന്ന് പറയും. അപ്പൊ സ്വഭാവം മാറും. ആകെ ഉള്ളത് എഡ്യൂക്കേഷനും ഫാമിലിയും മാത്രമേ ഉള്ളൂ മാറാത്തത്, ബാക്കിയെല്ലാം മാറും. പക്ഷെ മാറുമ്പോഴും നമ്മൾ ഇന്ന മാനദണ്ഡങ്ങൾ വെച്ചാണ് വിവാഹം കഴിച്ചത് എങ്കിലും ആ മാനദണ്ഡങ്ങൾ പരാജയപ്പെടുമ്പോഴും നമ്മൾ രണ്ടായി മാറില്ല. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, ഈ മാനദണ്ഡങ്ങൾക്കും അപ്പുറമായ ഒരു ദൈവിക ശക്തി നമ്മെ യോജിപ്പിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തെ കുറിച്ചുള്ള ബൈബിൾ റെഫറൻസസ് നാം പഠിക്കേണ്ടത്. 3 റെഫറൻസുകൾ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വായിച്ചിരിക്കണം. ഒന്ന്, ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 18 to 25. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ. രണ്ടാമതായി വായിക്കേണ്ടുന്നത് സെന്റ് മാത്യു ചാപ്റ്റർ 18 ചാപ്റ്റർ 19 അത് വായിക്കണം. മൂന്നാമതായിട്ട് വായിക്കേണ്ടുന്നത് എഫേഷ്യൻസ് ചാപ്റ്റർ 6. ഈ 3 ബിബ്ലിക്കൽ പാസേജസ് വിവാഹത്തിന് മുമ്പ് നിർബന്ധമായി വായിക്കാനായിട്ട് ശ്രമിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 18 to 25. 2, സെന്റ് മാത്യു ചാപ്റ്റർ 19. 3, എഫേഷ്യൻസ് ചാപ്റ്റർ 6. ഈ 3 വേദപുസ്തക കാര്യങ്ങൾ നമ്മൾ വായിക്കണം. അതിൽ ഒന്നാമത്തത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ. ഇത് ആദ്യത്തെ കുടുംബത്തെ കുറിച്ച്, ആദ്യ കുടുംബം ഉണ്ടായതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് പറയുന്നത്. എങ്ങനെയാണ് ആദ്യ കുടുംബം ഉണ്ടായത്? അവിടെ വായിക്കുന്നുണ്ട്. ആദം ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്ക് സംശയമില്ല. ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവത്തിന് തോന്നി. അപ്പൊ മനുഷ്യന്റെ ലോൺലിനെസ്, ഏകാന്തത ദൈവത്തിന്റെ ദുഃഖം അല്ലേ? ദൈവത്തിന്റെ സ്വകാര്യ ദുഃഖമാണ് മനുഷ്യന്റെ ഏകാന്തത. ഞാൻ എൻ്റെ പള്ളിയിൽ കല്യാണം കഴിക്കുന്ന എല്ലാവരോടും ചോദിക്കാറുണ്ട്, തിരുവേണിയാണ് കല്യാണം നടത്തുന്നതെങ്കിലും നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ചോദിച്ചിട്ടേ കല്യാണം നടത്താറുള്ളൂ.
കാരണം തിരുമേനിക്ക് കല്യാണം നടത്തിയിട്ട് പോകാം, കാണേണ്ടുന്നത് പിന്നെ ഞാനാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടേ കെട്ടിക്കാറുള്ളൂ. കെട്ടിക്കത്തില്ലെന്നല്ല, എന്തിനാ കല്യാണം കഴിക്കുന്നത്? കുമ്പസാരിപ്പിക്കുമ്പോ മണവാളിനോട് ചോദിക്കാറുണ്ട്. മണവാട്ടി എപ്പോഴും നമ്മുടെ കൈ വരാത്തതുകൊണ്ട് ഡയറക്റ്റ് ചോദിക്കാറില്ല. എങ്കിലും മണവാളിനോട് ചോദിക്കാറുണ്ട്, നീ എന്തിനാ കെട്ടാൻ പോകുന്നത്? എന്തിനാ കെട്ടാൻ പോകുന്നത്? ആണോ? പാർട്ട്ണർ എന്ന് വെച്ചാൽ ഏത് തരത്തിലാണ് പാർട്ട്ണർ? ദാറ്റ് മീൻസ് അമ്മയ്ക്ക് വയസ്സായി, കാലിന് ചെറുതായിട്ട് നീര് വെച്ച് തുടങ്ങി. അമ്മ കുറച്ചു നാളായിട്ട് പറയുന്നുണ്ട്, എടാ ഒരുത്തിയെ കൊണ്ടുപാടാ. അപ്പൊ അമ്മയുടെ കാലിന്റെ നീര് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പാർട്ട്ണറാണോ? ഉൾപ്പെടും. അപ്പൊ അമ്മയുടെ കാലിന്റെ നീരിന് എങ്ങാണ്ട് കിടക്കുന്ന ഒരു പെണ്ണ് വേണം എന്ത് ചെയ്യാൻ? ഓക്കെ. ഇനി എന്തിനാ കല്യാണം കഴിക്കുന്നത്? അച്ഛാ, എല്ലാവരും ഒക്കെ കല്യാണം കഴിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാരും ഒക്കെ കല്യാണം കഴിക്കുന്നു, ഞാനും. മൂന്നാമത്തത് പറയും, അച്ഛാ 10-30 വയസ്സായി, കുവൈറ്റിൽ ഇത്ര നാളെ ജോലി ചെയ്തതാ, ഇനി ഒരു കുടുംബവും കൂട്ടും ഒക്കെ വേണ്ടായി.